ഇടുക്കിയിലെ തോട്ടം മേഖലയോടുള്ള സർക്കാർ അവഗണനയിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിനൊരുങ്ങി BJP. ഓഗസ്റ്റ് 2-ാം തീയതി വണ്ടിപ്പെരിയാറിൽ നടത്തുന്ന ഏകദിന ഉപവാസ സമരത്തിലൂടെ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കാനാണ് BJP സൗത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിന്റെ തീരുമാനം. തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളിലെ ദുരിത ജീവിതത്തിന് അടിയന്തരമായി പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരും മനുഷ്യാവകാശ കമ്മീഷനും അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രധാന ആവശ്യം. തോട്ടം മേഖലയിലെ ലയങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ അതീവ ദയനീയമായി തുടരുകയാണ്. കാലിത്തൊഴുത്തിനേക്കാൾ മോശമായ സാഹചര്യത്തിലാണ് പല ലയങ്ങളുമുള്ളത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നതും കാറ്റടിച്ചാൽ തകർന്നു വീഴുന്നതുമായ മേൽക്കൂരയ്ക്ക് കീഴിൽ ജീവൻ പണയം വെച്ചാണ് തൊഴിലാളികൾ കഴിയുന്നത്. ഒരു തരത്തിലുള്ള സുരക്ഷിതത്വമില്ലാത്ത ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാറായ ഇത്തരം ഇടുങ്ങിയ ലയങ്ങളിലാണ് ഭൂരിഭാഗം കുടുംബങ്ങളും അന്തിയുറങ്ങുന്നത്. മാറി വന്ന ഇടത് വലത് സർക്കാരുകൾ ലയങ്ങളുടെ നവീകരണത്തിനും തോട്ടം തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുമായി കോടികൾ വകയിരുത്തിയിട്ടും ഇതിന്റെ ആനുകൂല്യങ്ങളൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഈ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് BJP പ്രത്യക്ഷ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. ഏത് സമയം ഇടിഞ്ഞു വീണ് അപകടം ഉണ്ടാകാത്ത തരത്തില്, അതുപോലെ തന്നെ കാറ്റടിച്ചാല് മേൽക്കൂര പറന്നു പോകുന്ന തരത്തില് കൂട്ടുകുടുംബമായിട്ട് മക്കളും കൊച്ചുമക്കളും മാതാപിതാക്കളും വല്യപ്പനും വല്യമ്മയൊക്കെ ചേർന്ന് താമസിക്കുന്ന വളരെ കഷ്ടം പിടിച്ചൊരവസ്ഥ. ഇവിടെ സർക്കാരുകൾ മാറി വരും. ഓരോ ബഡ്ജറ്റിലും 10 ലക്ഷം രൂപ 10 കോടി രൂപ അവര് വക ഇരുത്തും. പക്ഷെ ഒരു പൈസയുടെ പണി പോലും ഇവിടെ നടക്കുന്നില്ല. കാരണം അത് അവിടെ തോട്ടം മേഖലയിലെ ലയങ്ങള് ഇനി അത് ഒരു നവീകരണത്തിന്റെ ഭാഗത്തേക്ക് അതിന് ഒരിക്കലും ഒരു സാഹചര്യമില്ല, നവീകരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും പഴക്കമുള്ള ലയങ്ങളെ എങ്ങനെ നവീകരിക്കാൻ പറ്റും? പ്രതിഷേധ പരിപാടികളുടെ തുടക്കമെന്നോണം ആഗസ്റ്റ് 2-ാം തീയതി വണ്ടിപ്പെരിയാറ്റിൽ ഉപവാസ സമരം സംഘടിപ്പിക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പ്രതിഷേധ സമരം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളും പ്രതിഷേധ പരിപാടിയുടെ ഭാഗമാകും. ജനം, ഇടുക്കി.